ഹായ് കൂട്ടുകാരെ, ഉപ്പിലിട്ട മാങ്ങ കൊണ്ട് ഒരു ചമ്മന്തിയാണ് പരിചയപ്പെടുത്തുന്നത്. 2 ആഴ്ച മുമ്പ് ഞാൻ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണിത്. ചുങ്ങി വന്നിട്ടുണ്ട്, ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അര മുറിയോളം നാളികേരം ഇങ്ങനെ ചിരുവി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും. മുളക് ചുട്ടെടുത്താലും മതിയാകും, അല്ലെങ്കിൽ പച്ചമുളക് ചേർത്തിയാലും കുഴപ്പമില്ല. മാങ്ങ ഇങ്ങനെ നെടുകെ പിളർന്ന് അതിൻ്റെ മാങ്ങാണ്ടിയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. പച്ച മാങ്ങ വെച്ചും ഇത് ചെയ്യാം, പച്ച നെല്ലിക്ക വെച്ച് ചെയ്യാം, ഉപ്പിലിട്ട നെല്ലിക്ക വെച്ച് ചെയ്യാം, ഉപ്പിലിട്ട മാങ്ങ വെച്ചും ഈ ചമ്മന്തി ചെയ്യാം. എല്ലാം നല്ല രുചിയാണ്, വയറിന് നല്ലതുമാണ്. ഗ്യാസ് ഉള്ളവർക്കൊക്കെ അത് ശമനം കിട്ടാൻ നല്ലതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നാളികേരം, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വറുത്തെടുക്കാൻ പോവുകയാണ്. മിക്സിയിൽ നമ്മുടെ മാങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട്, ചെറുതാക്കി ഇട്ടിട്ടുമുണ്ട്. ഈ തേങ്ങ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. സമ്മന്തി കേടുകൂടാതെ ഇരിക്കും. ഇനി തീ കുറച്ച ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ തീയെ ഓഫാക്കി കൊടുക്കാം. ഇനി ഈ വറുത്ത നാളികേരം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇതിലിപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അരച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് തണുത്ത ശേഷമാണ് അരച്ചെടുക്കേണ്ടത്, ഒന്ന് ചൂടാറിയ ശേഷം. ഇപ്പം ഇതിന് നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ അരയുന്നത് വരെ നിൽക്കേണ്ട ആവശ്യമില്ല, ഒന്നിങ്ങോട്ട് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് കറക്കിയെടുത്ത് കഴിഞ്ഞു. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ച് വെള്ളവും. ജീരകം അരയുന്നത് വരെ ഒന്നും കൂടി കറക്കിയെടുത്തു. ഇപ്പോൾ ഇതാ ഇങ്ങനൊരു പരുവായി. അതിലേക്ക് 1/4 ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കണം. ഉപ്പ് മാങ്ങ ആയതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കണം. ഉപ്പില്ലെങ്കിൽ ഇതിനൊരു സ്വാദം ഉണ്ടാവുകയുമില്ല. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊള്ളുക. കുറച്ച് വെള്ളം കൂടി ചേർത്തി ഞാനത് കലക്കിയെടുത്തിട്ടുണ്ട്, നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കടുക് വറുത്തിട്ടാൽ മാത്രം മതി. കറിവേപ്പില വേണമെന്നില്ല, കടുക് മാത്രം വറുത്തിട്ടാൽ മതി. ആ കടുകിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് നല്ല രുചിയായിരിക്കും. ഇപ്പോൾ ഇതാ സമ്മന്തി റെഡി ആയിക്കഴിഞ്ഞു. ഇത് നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൂട്ടാം. കഞ്ഞിക്കാണ് ഏറ്റവും നന്നായിരിക്കുക. കട്ടി കുറച്ചും ഉണ്ടാക്കാം, ഇത് കുറച്ച് വെള്ളം കൂട്ടി നീട്ടിയും ഉണ്ടാക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ട്രൈ ചെയ്യൂ.